11 മണിയായി. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കോലം നോക്കിക്കേ ചെറുക്കണ്ട. ഇതെന്താണിത്? ഇത് എന്നാടാ തലയില്? ആ എനിക്ക് ഭയങ്കര പേടിയാണ് സംഭവം കേട്ടോ. Good morning. യമുനയാற்றிലെ ഈരക്കാറ്റിലെ കണ്ണനോട് താനാട് പാർവി പൂത്തിട പാതി പാർത്തിട പാവരാതിയോ ആട இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட இளைய கண்ணின் இமைந்திடாத கண் இங்கும் அங்குமே தேட ஆயர் பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ ஆயர் பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவன்றாக. മാറ്റിക്കെട്ടാട്ടാ, മാറ്റിക്കെട്ടാവേ. വിശക്കണ്ടാ? കോലം നോക്കിക്കേ ചെറുക്കണ്ട. ഇതെന്താണിത്? ഇത് എന്നാടാ തലയില്? ആ ടാറ്റാ. ഗോവിന്ദ, ആൻറ്റി പോവാ. ടാറ്റ.
ടാറ്റ ടാറ്റ ഉമ്മ ഉമ്മ ടാറ്റ ടാറ്റ. എന്തോ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇവനിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. വൈകിട്ട് വരാവേ, പുല്ലൊക്കെ പറിച്ചിട്ട് വരാവേ. പുല്ലൊക്കെ തീർന്നു ഇവിടെ. അങ്ങനെ ഞാൻ ദേ നമ്മുടെ ഷോപ്പിലെത്തി. അപ്പോൾ ഈ കാണുന്ന ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു മതിലാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും അതിലുപരി നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഇത് നോക്കുമ്പോൾ ഒരു 3-4 പേര് കാണാം. ക്രീമറി, ഹെവൻ, ചൈഗാഡി, ഡെയിലി ഫ്രഷ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ടീ വേറെ, റെസ്റ്റോറൻറ്റ് വേറെ, അങ്ങനെ നമ്മൾ സെക്ഷനായിട്ട് ഓരോ പേരുകളിൽ അങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ അകത്ത് വിശേഷങ്ങൾ കാണാനായിട്ട് പോവാം. നമ്മുടെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓയിൽ അധികം എടുക്കില്ല കേട്ടോ, അന്നത്തേക്കുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു പ്ലേറ്റ് പട്ടപ്പേപ്പർ എടുത്ത് അവിടെ വെച്ചേ. അതിന് നമുക്ക് ഒരാളുണ്ടായിരുന്നു മലബാർ സ്നാക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ പുള്ളി ഇല്ലായിരുന്ന ഒരു ദിവസം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് സ്നാക്സ് ഉണ്ടാക്കാൻ. നമ്മുടെ കിച്ചൺ വേറെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പഠിച്ചതാണ് ഞങ്ങൾ. അത്
ബ്രെഡ് കരിഞ്ഞെന്ന് തോന്നുന്നു. സ്നാക്സിന്റെ എല്ലാം റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഡേ മൈ ലൈഫിൽ എത്ര മണിക്കൂർ വീഡിയോ ഇല്ലാതെ, കാരണം നമുക്ക് ഒരു ദിവസം കാണിക്കണമെങ്കിൽ അത്രയും ടൈം ഉണ്ട്. പക്ഷെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിലേക്ക് എങ്ങനെ ഉൾക്കൊള്ളിക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇതൊരു സ്വാമിയാണ് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾ തന്നെ ഇടുന്ന പേരാണ്, വിളിക്കാനുള്ള എളുപ്പത്തിന്. തുമാരാ നാം ക്യാ ഹൈ അക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവനെ സ്വാമി എന്ന് വിളിക്കും. ഭയ ഇതറാവോ തുമാരാ നാം ക്യാ ഹൈ. എങ്ങനെയുണ്ട്? അപ്പോൾ സ്നാക്സിൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി. ഇതാണ് എൻ്റെ ഹെവനിലെ യൂണിഫോം, എൻ്റെ മാനേജർ കുപ്പായാണിത്. അപ്പോൾ ഇനി ഒന്ന് റെഡി ആവണം. ഈ കോലത്തിൽ പോയി നിൽക്കാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ. അപ്പം ഒരു 12 മണി ആവാറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലഞ്ച് ടൈം ആയതുകൊണ്ട് ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നോളാം. വേഗം റെഡി ആയിട്ട് അങ്ങോട്ട് പോകാം. ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കണ്ണെഴുതി കിട്ടുന്നത് കുറച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളുണ്ട്. അതെനിക്ക് കാഴ്ചക്ക് പ്രശ്നവും ഇല്ല കേട്ടോ. മൈഗ്രെയിൻ ആയതുകൊണ്ട് വെച്ചേക്കുന്നതാണ്. സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് പുതുതായിട്ട് അധികം നാളൊന്നും അതിൻ്റെ ഒരു 2 months ആയിട്ടുള്ളൂ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സമയമില്ല, നാളെ തുടങ്ങി അങ്ങോട്ട് പോവാം. അതെ, അപ്പോൾ ഹെവനിൽ ഇപ്പോൾ കസ്റ്റമർ ഒഴിഞ്ഞു, ലഞ്ച് ടൈം കഴിഞ്ഞു. ടൈം കാണിച്ചു തരാവേ. 3:58 അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ഇവരൊക്കെ ഇടയ്ക്ക് ഗ്യാപ്പിന് കിട്ടുമ്പോൾ പോയി കഴിയും കേട്ടോ. അതൊരു പ്രത്യേക കഴിവാണ്. നമുക്കിവിടെ കസ്റ്റമർ പോവാതെ കഴിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവരും കഴിച്ചോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അമ്പോ സഞ്ചാരം മാറുക. ഷാറൂഖ് ഖാനെ പോലെ ചെയ്യും. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞേ ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കുകയാണ്. ഇപ്പം ചായകാട്ടിൽ തിരക്കാം. ഇനി അധികം ടൈം ഇല്ല, റെസ്റ്റ് എടുക്കാനുള്ള ടൈമില്ല.
डालो हाँ 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 डालो डालो AC ऑफ പുറത്തെ അവസ്ഥ നോക്കാം. ചായകടി ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഫുള്ള് വാഷ് ചെയ്യണം. അകത്തൊക്കെ ഒതുക്കി അവരിവിടെ ക്ലീൻ ചെയ്യുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ 11 മണിയായി. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. റോഡിലൊന്നും ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല കേട്ടോ. അപ്പം ഈ വെട്ടം കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇന്ന് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ടല്ല. ആ ചിറ്റയുടെ പൊന്ന് പടം വരയ്ക്കണ. ഇതെന്നാ വരച്ചേക്കണ? ആ എന്താ നോക്കട്ടെ, ചിത്രം നോക്കട്ടെ. ജിറാഫ്. ഓ മൈ ഗോഡ്, സൂപ്പർ, അടിപൊളി. ആണോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതുട്ടാ. അപ്പോൾ അതേ ആദൂട്ടൻ ഞാൻ വരാൻ വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ആൾ കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ വരുന്നതാണ്. അപ്പോൾ അവൻ രാവിലെ വന്നിട്ടും ആളുടെ കൂടെ കളിക്കാനോ കൂടാനോ ഒന്നും പറ്റിയില്ല. ഞാനും ജോലിക്ക് പോയി, അമ്മയും ജോലിക്ക് പോയി. അപ്പോൾ അത് കാരണം വന്ന സമയം ആൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും ഒരുപാട് ടയേർഡാണ് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ പരസ്പരം ഒന്ന് സംസാരിക്കുകയും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് തൊഴുത്ത് കഴുകാനുണ്ടാവും. രാവിലെ 4 മണിയാകുമ്പോൾ കറവക്കാരൻ വരും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് വൃത്തിയാക്കി ഇടണം. അപ്പോൾ രാത്രി നമ്മളൊരു ട്രിപ്പ് കഴുകിയിട്ടാണ് കിടക്കുന്നത്. എല്ലാം കഴിയുമ്പോൾ ഒരു നേരമാവും. ആഹാ, എത്ര മനോഹരമായിട്ടാണ് എൻ്റെ മക്കൾ ഇട്ടേക്കുന്നത് നോക്കി. ശീതമ്മേ ഇങ്ങനെ ഏറെക്കുറെ. അപ്പോൾ ഇതേ ഞാനും അമ്മയും വീണ്ടും അടുത്ത വർക്കിംഗ് ഡ്രസ്സ് ഇട്ട് തൊഴുത്തിലേക്ക് കയറി. ചെന്ന ഉടനെ തന്നെ അവർക്ക് പുകയിട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ നല്ല ഈച്ചയുടെയും കൊതുകിൻ്റെ ശല്യമുണ്ട്. വേപ്പെണ്ണ തേച്ചാലും നമ്മളൊന്ന് പുകയിട്ട് കൊടുക്കും. മാക്സിമം അവർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നതോറും ഇപ്പുറം കൂടെ ഇവരിങ്ങനെ പണി തന്നണ്ടേയിരിക്കും. വീട്ടിൽ പശുകൂട്ടന്മാരും പോത്തൂട്ടന്മാരൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം കേട്ടോ. നമ്മൾ തൊഴുത്തിൽ ചെയ്താലും തീരാത്ത അത്രയും പണികളിങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അപ്പൂട്ടൻ നേരെ പുറകിൽ പാടത്തുണ്ട്. ആൾക്ക് തണുപ്പ് വേണം, അതുകൊണ്ട് അവൻ അവിടെയാണ് ഇഷ്ടം. അതുകൊണ്ട് ആൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എനിക്കറിയാം ഇത് കുറച്ചധികം സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ബോറടിക്കുന്നുണ്ടോ ഒന്നിനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല പനിയുണ്ട്. അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് സദ്യം ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റുകളായിട്ട് പറയണം. എങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് തിരുത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ ഒപ്പം ഉണ്ടാവണം.